കറി വെക്കെ പച്ചക്കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തെ 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി കറിയുടെ റെസിപ്പി പറയട്ടെ. ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇത് കറിയായിട്ട് മാത്രമല്ല നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകമാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 2 സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചങ്ങ് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്തിരുന്നാലും മതിയേ. അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 തക്കാളി ഇട്ടിട്ടൊന്ന് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടിയിട്ടുണ്ട്, ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല, നന്നായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ആ തക്കാളി അതിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂത്ത് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ അത് തക്കാളിയുടെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെയും പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. ഒരു 1/2 കപ്പ് കടലപ്പൊടി എടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് സ്പൂണിനെ കഴിഞ്ഞു നല്ലത് നമ്മുടെ കൈ തന്നെയാണ്, അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാൻ കൈ വെച്ച് തന്നെയാണ് കേട്ടോ ഇളക്കുന്നത്. ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മിക്സാക്കി അങ്ങ് കൊടുക്കാം. കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി അടച്ചു വെച്ച് കൊടുക്കാം. കുറഞ്ഞ തീയിൽ അതൊന്ന് വേവട്ടെ. കടലപ്പൊടി ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ടെല്ലാം കൂടെ ഇളക്കി എടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇനിയും ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും. ഞാനിത് എല്ലായിടത്തും സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചപ്പാത്തി കഷ്ണം എടുത്ത് കറിയും കൂട്ടി കഴിച്ച് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നോർത്ത് ഇന്ത്യൻ കറി കഴിക്കുന്ന പോലെ കേട്ടോ. ഇതിപ്പം കടലപ്പൊടി കൊണ്ടുള്ള കറിയാണോന്നും മനസ്സിലാവില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് കറി ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാമോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങ് ഇളക്കി അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ഇതുപോലെ എടുത്ത് ഇങ്ങനെ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് കുറിക്കാനും പറ്റും. വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കും കൂടിയല്ലേ, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.